സമാധരണീയ ഭക്തസജ്ജനങ്ങൾക്ക് വിനീത നമസ്കാരം. മലബാർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രവീഥികളിലൂടെ എന്ന പരിപാടിയിൽ ഇന്ന് നാം അറിയുന്നത് ആത്മീയ കേരളത്തിലെ പ്രസിദ്ധമായ മാനികാവ് സ്വയംഭൂ ശിവക്ഷേത്ര സന്നിധിയുടെ മഹിമാവിലാസങ്ങളെയാണ്. വയനാട് ജില്ലയിലെ മീനങ്ങാടി ഗ്രാമത്തിൽ 30 ഏക്കറോളം വരുന്ന കാടിനു നടുവിലായാണ് സ്വയംഭൂവായ ഈ മഹാശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 6000-ലേറെ വർഷം പഴക്കമാണ് ഈ ക്ഷേത്രത്തിന് കണക്കാക്കുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഈ വനത്തിൽ താമസിച്ചിരുന്ന ആദിവാസി വിഭാഗക്കാർ കാലികളെ മേയ്ക്കാൻ വനത്തിൽ പോയിരുന്നു. കാലികളിൽ നിന്ന് ഒരു പശു മാത്രം ഉച്ച സമയമാകുമ്പോൾ ഉൾക്കാട്ടിലേക്ക് ഓടിമറയുകയും കുറച്ചു സമയം കഴിഞ്ഞ് തിരികെ എത്തുകയും ചെയ്തു പോന്നു. പശു നിത്യവും ഓടിമറയുന്നത് എവിടേക്ക് എന്നറിയുവാൻ അവർ ഒരിക്കൽ പശുവിനെ പിന്തുടർന്നു. ഉൾക്കാട്ടിനുള്ളിലെ ഒരു ശിലയിലേക്ക് പശു പാൽ ചുരത്തുന്ന അതിശയിപ്പിക്കുന്ന കാഴ്ചയാണ് അവർക്ക് കാണുവാൻ കഴിഞ്ഞത്. ഉടൻ തന്നെ അവർ എല്ലാവരും ചേർന്ന് അവിടെ ഉണ്ടായിരുന്ന കരിങ്കൽ പാളികൾ കൊണ്ട് ഒരു കവചം തീർത്ത് ആ ശിലയെ സംരക്ഷിച്ചു വയ്ക്കുകയും ചെയ്തു. അന്ന് നാട് ഭരിച്ചിരുന്ന നാടുവാഴികളെ അവർ ഈ വിവരം അറിയിക്കുകയും അതിനെ തുടർന്ന് അവർ അവിടെ ഒരു ദേവപ്രശ്നം നടത്തുകയും ചെയ്തു. ദേവപ്രശ്നത്തിൽ അത് സ്വയംഭൂവായ ശിവചൈതന്യമാണെന്നും ഉടനെ തന്നെ അവിടെ ക്ഷേത്രം പണിത് അഭിഷേകവും പൂജകളും ആരംഭിക്കണമെന്നും പ്രശ്നവിധിയുണ്ടായി. പ്രകൃതിയിലേക്ക് മഴയായി പെയ്തിറങ്ങുന്ന ജലം മലമടക്കുകളിൽ നിന്നും ഒഴുകിയെത്തി സദാസമയം ഭഗവാനെ അഭിഷേകം ചെയ്യുന്ന അപൂർവത നിറഞ്ഞ കാഴ്ച ഏതൊരു ഭക്തനെയും നിതാന്ത ഭക്തിയുടെ ആനന്ദ നിർവൃതിയിലെത്തിക്കുന്നു. നിരവധി ഭക്തരാണ് ഭഗവാന്റെ ശിരസിലൂടെ ഒഴുകിയെത്തിയ ഈ തീർത്ഥജലം സ്വഭവനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. ഇത് സമ്പൽ സമൃദ്ധിക്കും രോഗശാന്തിക്കും ശത്രുദോഷ നിവാരണത്തിനും ഉത്തമമാണ് എന്ന് ഭക്തജന വിശ്വാസവും അവരുടെ അനുഭവവും എടുത്തു കാണിക്കുന്നു. 1996 നടന്ന സ്വർണ്ണ പ്രശ്നവിധി പ്രകാരം ക്ഷേത്രത്തിൽ നവീകരണ കലശം പൂർത്തിയാക്കി ഉപദേവ പ്രതിഷ്ഠകൾ നടത്തി. വിഷ്ണു, ഗണപതി, ശാസ്താവ്, തലച്ചില്ലൻ, ഭഗവതി, ഗുളികൻ, രക്ഷസ് എന്നീ ഉപപ്രതിഷ്ഠകളാണ് ഉള്ളത്. ക്ഷേത്രമതിലിന് പുറത്ത് വടക്കു ഭാഗത്ത് നാഗപ്രതിഷ്ഠയുമുണ്ട്. പടിഞ്ഞാറു ദിക്കിലേക്ക് ദർശനം നൽകുന്ന ഭഗവാൻ രൗദ്രഭാവത്തിലായതിനാൽ ഭഗവാന്റെ രൗദ്രത കുറയ്ക്കുവാൻ മുഖമണ്ഡപത്തിൻ്റെ മുൻപിലായി ഒരു ക്ഷേത്രക്കുളം നിർമ്മിച്ചിരിക്കുന്നു. രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ദർശന സമയം. ശനി, ഞായർ ദിവസങ്ങളിൽ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് അന്നദാനവും ക്ഷേത്രത്തിൽ നടന്നുവരുന്നു. അന്നദാനം ഭഗവാൻ ഏറെ പ്രിയപ്പെട്ടതാണെന്ന് പ്രശ്നവിധിയിൽ തെളിഞ്ഞതിനാൽ ധാരാളം ഭക്തരാണ് അന്നദാനം വഴിപാടായി നടത്തുന്നത്. ധാര, നെയ്വിളക്ക്, കൂവളമാല, നാഗപൂജ തുടങ്ങിയവയാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ. ഭഗവാന് നെയ്വിളക്ക് ഏറെ പ്രധാനപ്പെട്ടതിനാൽ ദിനം പ്രതി 300-ലേറെ നെയ്വിളക്കാണ് ക്ഷേത്രത്തിൽ വഴിപാട് നടക്കുന്നത്. ശിവരാത്രി മഹോത്സവം 3 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ ചടങ്ങുകളോടെ ക്ഷേത്രത്തിൽ നടത്തുന്നു. മഹാരുദ്രാഭിഷേകം, ഭഗവതി സേവ മുതലായ ചടങ്ങുകളോടുകൂടിയാണ് ശിവരാത്രി ആഘോഷം. കുംഭമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിലാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം. വെള്ളം കൊല്ലി, വലിയ കൊല്ലി, അയനിപ്പുര, ചക്കോലക്കുടി, രാരോത്ത് ചെട്ടി എന്നീ ആദിവാസി കുടുംബക്കാരാണ് ക്ഷേത്രസ്ഥാനീയർ എന്നത് ഏറെ പ്രത്യേകത നിറഞ്ഞ ഒന്ന് തന്നെയാണ്.
ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുവരെ ദിനംപ്രതി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തരിൽ നിന്ന് തന്നെ ക്ഷേത്രത്തിൻ്റെ പ്രസിദ്ധിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഓം നമഃ ശിവായ.